ഷുഗർ നിയന്ത്രിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഇതൊരു ഹെൽത്തി ചോയ്സ് തന്നെയാണ്. ഹെൽത്തി ആയിട്ടിരിക്കാൻ ആഗ്രഹിക്കുന്ന ആർക്ക് വേണമെങ്കിലും ഈ സൂപ്പ് കഴിക്കാം. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കണമെന്ന് മാത്രം. ഇതിനായിട്ട് ഇവിടെ 3 ടേബിൾ സ്പൂൺ ചെറുപയർ എടുത്തിട്ടുണ്ട്. ഒരു 1.5 ടീസ്പൂൺ ഉലുവയും എടുത്തിട്ടുണ്ട്. ഇത് രണ്ടും നമ്മൾ മുളപ്പിച്ചിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ തലേ ദിവസം രാവിലെ തന്നെ അത് നമ്മൾ വെള്ളത്തിലിട്ട് വെച്ച് വൈകുന്നേരം നമ്മൾ വെള്ളം വാർത്ത് വെക്കണം. അപ്പോൾ പിന്നെ പിറ്റേ ദിവസം വൈകുന്നേരം ആകുമ്പോഴേക്കും അത് നന്നായിട്ട് മുളച്ചിട്ടുണ്ടാവും. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ട് വേണ്ടത് ഒരു 4-5 ബീൻസും പിന്നെ ഒരു ചെറിയ കഷ്ണം ക്യാരറ്റുമാണ്. അത് നമുക്ക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. ഇനി ഒരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് നമ്മൾ നേരത്തെ മുളപ്പിച്ച് വെച്ചിട്ടുള്ള ആ ചെറുപയറും ഉലുവയുണ്ടല്ലോ, അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള ആ ബീൻസും ക്യാരറ്റും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി കുക്കറൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു വിസിൽ വരുന്നതുവരെ വേവിച്ചെടുക്കാം. ദിവസം കഴിക്കുകയാണെങ്കിലും ഒട്ടും മടുപ്പ് തോന്നാത്ത ഒരു സൂപ്പ് തന്നെയാണിത്. ഒരു വിസിൽ വരുമ്പോൾ തന്നെ അത് വെന്തിട്ടുണ്ടാവും. ഇതിലേക്ക് വേണ്ടത് ഒരു 1.5 ടേബിൾ സ്പൂൺ റാഗിപ്പൊടിയാണ്. അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്യാം, കട്ടകളൊന്നും ഇല്ലാതെ. അതിനുശേഷം പാൻ അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് ഈ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ റാഗി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് കുറുക്കിയെടുക്കണം. ഇതിൽ നമ്മൾ 1/2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്യിന് പകരം ബട്ടർ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. അല്പം നെയ്യ് ചേർത്ത് കൊടുത്താൽ ഇതിലെ പ്രധാന പോഷകങ്ങൾ ശരീരത്തിന് ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഇനി നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ചെറുപയറും പച്ചക്കറികളും എല്ലാം ചേർന്നത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. കൂടാതെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. അത്യാവശ്യം കഴിക്കുന്ന ഒരാളാണെങ്കിൽ അവർക്കുള്ള ആ ഒരളവിലാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി കുറവ് കഴിക്കുന്നവരൊക്കെ ആണെങ്കിൽ ഇത് 2 പേർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റും ഈ ക്വാണ്ടിറ്റിയിൽ എടുക്കുകയാണെങ്കിൽ. ഇനി ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റ് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ചോറിനെയും ചപ്പാത്തിയൊക്കെ അപേക്ഷിച്ച് റാഗി കഴിക്കുകയാണെങ്കിൽ ഗ്ലൂക്കോസ് രക്തത്തിലേക്ക് പതുക്കെയാണ് എത്തുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വിശക്കാതെ കൂടുതൽ നേരം നമുക്ക് വയറ് നിറഞ്ഞിരിക്കുന്നതായിട്ട് തോന്നും. ഈ സൂപ്പിൽ ധാരാളം പ്രോട്ടീനും ഫൈബറും അതുപോലെ തന്നെ വൈറ്റമിൻസും കാർബോഹൈഡ്രേറ്റ്സും ഒക്കെ അടങ്ങിയിട്ടുള്ളതുകൊണ്ട് തന്നെ ഇതൊരു ബാലൻസ്ഡ് മീലാണെന്ന് നമുക്ക് പറയാം. ഇത് തണുത്ത് കഴിയുമ്പോൾ കുറച്ചുകൂടി തിക്കായിട്ടുണ്ടാവും. ഷുഗർ പേഷ്യൻസിന് ഇത് കഴിക്കുകയാണെങ്കിൽ ഒരാഴ്ച കൊണ്ട് തന്നെ വ്യത്യാസം അറിയാൻ പറ്റും. ഇത് കഴിക്കുമ്പോൾ ഇടയ്ക്ക് ഷുഗർ ഒന്ന് ചെക്ക് ചെയ്യണത് നല്ലതായിരിക്കും. പ്രമേഹം ഇല്ലാത്തവർക്കും ഇത് ഉപയോഗിക്കാം. വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഉലുവയുടെ അളവ് ഒരു 1/2 ടീസ്പൂൺ മാത്രം എടുത്താൽ മതി. ഇത് ഗട്ട് ഫ്രണ്ട്ലി സൂപ്പ് കൂടിയാണ്. ശരീരത്തിനും വയറിനൊക്കെ വളരെയധികം ഗുണം ചെയ്യും. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലേ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം കൂടി അറിയിക്കണേ. എന്തായാലും താങ്ക്